പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം വീണ്ടും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാവുകയാണ്. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ന്യൂസിലൻഡ് ടീമാണ് ഇത്തവണ ഇവിടെ വരുന്നത്. അഞ്ചാമത്തെ ഈ T20 സീരീസിലെ അഞ്ചാമത്തെ മാച്ചാണ് കളിക്കുന്നത് അവർ. ഇപ്പോൾ നമ്മുടെ സിറ്റി ഹോസ്റ്റ് ചെയ്യുന്ന 14ാമത്തെ അന്താരാഷ്ട്ര മത്സരമാണ് ഇത്. 3 വിമൻ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉൾപ്പെടെ 14ാമത്തെ അന്താരാഷ്ട്ര മത്സരത്തിനാണ് നമ്മുടെ നഗരം വേദിയാവുന്നത്. ഇന്ന് ഈ മാച്ചിൻ്റെ ടിക്കറ്റ് സെയിൽസിൻ്റെ ഉദ്ഘാടനത്തിനാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ പൃഥ്വിരാജ് സുകുമാരനെ തന്നെ നമുക്കിന്ന് ഇവിടെ മുഖ്യാതിഥിയായി വിളിച്ചിരിക്കുന്നു. അതിൻ്റെ സന്തോഷം ആദ്യമേ പങ്കുവച്ചുകൊണ്ട് വേദിയിലുള്ള ബഹുമാനപ്പെട്ട കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായർ, ശ്രീ വിനോദ് എസ് കുമാർ സെക്രട്ടറി എന്നിവരെ കൂടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ വിനോദ് എസ് കുമാറിനെ ക്ഷണിക്കുകയാണ്. ക്രിക്കറ്റ് നമ്മുടെ മുഖ്യാതിഥി ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഫിലിപ്പീൻ സ്പോർട്സിൽ വളരെ താല്പര്യമുള്ള ആളും ഒരു ഫുട്ബോൾ സൂപ്പർ ലീഗിലെ ഫ്രാഞ്ചൈസി ഓണറും കൂടാണ്. അതുമാത്രമല്ല, ഞാൻ ഓർക്കുന്നു CCL ആദ്യത്തെ സീസണിലൊക്കെ പൃഥ്വിരാജ് ടീമിൽ കളിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഒരു വാർത്ത ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ബ്രദർ കളിച്ചു, ആദ്യത്തെ സീസണിൽ കളിച്ചു. അപ്പോൾ അത് എപ്പോഴും സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്പോർട്സിൽ താല്പര്യമുള്ള ആളാണ്. നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇതുപോലെ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴും ഒരിക്കലും ആ ഷെഡ്യൂൾ ഒത്തു വന്നിട്ടില്ല. നമ്മൾ ഇതിന് മുമ്പും കോൺടാക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ഇന്ത്യ ന്യൂസിലാൻഡ് നമ്മുടെ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ട് നടന്ന അന്താരാഷ്ട്ര മത്സരവും ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരമാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു ന്യൂസിലാൻഡ് സീരീസിൻ്റെ അതും ഒരു ഡിസൈഡർ ആകുമെന്ന് നമ്മളെല്ലാം കരുതുന്ന ഒരു മാച്ച്. എപ്പോഴും ഒരു 2-2 എന്ന് വന്നിട്ട് ഈ നമ്മുടെ 5ാമത്തെ മാച്ചൊരു ഡിസൈഡർ ആവുകയും അതുപോലെ തന്നെ സഞ്ജു ലോകകപ്പിന് മുമ്പ് ട്രിവാൻഡ്രത്ത് കളിക്കുമെന്നൊക്കെ ഉള്ളൊരു വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മാച്ചിന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു വളരെ ഷോർട്ട് ടൈമിലാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് വീണ്ടും ഷൂട്ടിന് പോകുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി അങ്ങനെ ഒരു ടൈം കണ്ടെത്തി വന്നതാണ്. ഞാൻ അദ്ദേഹത്തിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. KCAയുടെ പ്രസിഡന്റ്, അതുപോലെ KCAയുടെ മറ്റ് മെമ്പർമാർ, നമ്മുടെ വിശിഷ്ട അതിഥികളെ, ആൾക്കാർ, നമ്മുടെ മീഡിയ, എല്ലാവരും ഈ ഷോർട്ട് നോട്ടീസിലാണ് ഇവിടെ വന്നത്. നമ്മുടെ ഇൻവൈറ്റഡ് ഗസ്റ്റ്, അതുപോലെ സന്ദേട്ടൻ, സുരേഷ് ഏട്ടൻ, നന്ദു, ഇവരെല്ലാവരും വളരെ ഷോർട്ട് ടൈമിൽ ഇന്നലെ രാത്രിയാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് ഈ ടൈം. എന്നിട്ട് തന്നെ അപ്പോൾ ഒരു ഗെയിമിനോടുള്ള ഒരു സ്നേഹവും കൂടെയാണ് അതിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം പറ്റും, ഈ നമ്മുടെ ടിക്കറ്റിൻ്റെ ഇതിനെപ്പറ്റി പല സംശയങ്ങളുണ്ടായിരുന്നു. നമ്മൾ മീഡിയ ഹാൻഡ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് ജീനി ആപ്പിലാണ് നമ്മുടെ ഈ കഴിഞ്ഞ മാസം ഈ വിമൻ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, 3 മത്സരങ്ങൾ. അതും ഈ ടിക്കറ്റ് ജീനി ആപ്പിലൂടെ ആയിരുന്നു ടിക്കറ്റിൻ്റെ സെയിൽ നടന്നത്. അപ്പോൾ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്, ടിക്കറ്റ് ജീനി ആപ്പിലാണ് സെയിൽ നടക്കുന്നത്. നമ്മൾ ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 250 രൂപയുടെ ടിക്കറ്റാണ് സ്റ്റുഡൻസിൻ്റെ ഒരു കൊടുത്തിട്ടുള്ളത്. അതുപോലെ അപ്പർ പവിലിയനിലുള്ള അപ്പർ റോയിലുള്ള സീറ്റുകൾക്ക് 500 രൂപയും അതുപോലെ താഴെയുള്ള ചെയർസിന് 1200 രൂപയും ആണ് ടിക്കറ്റിൻ്റെ റേറ്റ് ഉള്ളത്. എല്ലാം GST കൂടെ അഡീഷണലായിട്ട് GST കൂടെ വരുന്നത്. ഞാൻ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ മെഡിക്കൽ പാർട്ണറായിട്ടുള്ള അനന്തപുരി ഹോസ്പിറ്റൽ അതിൻ്റെ പ്രതിനിധികളുണ്ട്, അതുപോലെ ടിക്കറ്റ് ജീനി പ്രതിനിധികളുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അനന്തപുരി ഹോസ്പിറ്റലെല്ലാം നമ്മുടെ ഇതുവരെ നടന്ന മിക്കവാറും എല്ലാ അന്താരാഷ്ട്ര മത്സരങ്ങളിലും തന്നെ നമ്മുടെ ഒരു മെഡിക്കൽ പാർട്ണറായിട്ട് നമ്മളുമായിട്ട് വളരെ നാളായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ളതാണ്. തീർച്ചയായും അതുകൊണ്ട് അവരെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാനപ്പെട്ട ശ്രീ രാജ്കുമാറിനെയും ശ്രീ ശ്രീജിത്ത് വി നായരെയും ശ്രീ വിനോദ് കുമാറിനെയും ക്ഷണിക്കുകയാണ്. ദയവായി ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വലിയ സംസാരിച്ച് ഈ മാച്ചിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആദരണീയനായ പ്രസിഡന്റ് ശ്രീജിത്ത് വി നായരെ ബഹുമാനം. എത്രയും പ്രിയപ്പെട്ട ശ്രീ പൃഥ്വിരാജ് കുമാർ, അതുപോലെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ദൃശ്യ മാധ്യമ പ്രവർത്തകർ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളായ സൻലേട്ടൻ, സുരേഷ് ചേട്ടൻ, മഞ്ജുചേട്ടൻ, ബഹുമാനപ്പെട്ട മെമ്പേഴ്സ്, നമ്മൾ 2017 ആദ്യമായി നമ്മൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒരു അന്താരാഷ്ട്ര മത്സരം നടത്തി. അതും ഇന്ത്യ ന്യൂസിലാൻഡ്. അന്നത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ കാരണം നമ്മൾ കളി ക്യാൻസൽ ചെയ്ത് പോകും എന്ന് വിചാരിച്ചിരുന്ന ഘട്ടത്തിലാണ് അത് അവിചാരിതമായ മഴ നിൽക്കുകയും അരമണിക്കൂർ കൊണ്ട് നമ്മൾ ആ മത്സരം നടത്തുന്നുണ്ട്. അന്ന് T20 പകരം ഒരു ടീമിന് 8 ഓവർ വെച്ചാണ് അന്നത്തെ മത്സരം നടത്താൻ സാധിച്ചത്. ശരിക്കും ക്യാൻസൽ ചെയ്യേണ്ടിയിരുന്ന മത്സരം നമ്മളുടെ കാണികളുടെ, പ്രത്യേകിച്ച് തിരുവനന്തപുരംകാരുടെ ക്ഷമ, അവരുടെ കാത്തിരിപ്പ് കണ്ടിട്ട് അവസാനം 2 ടീമുകളും തീരുമാനിക്കുകയായിരുന്നു ഒന്ന് ഇവിടെ കളിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ 8 ഓവർ മാച്ച് എന്നുള്ള ആദ്യ മത്സരം നടന്നത്. അന്ന് ക്രിക്കറ്റ് ലോകത്ത് നിന്ന് കിട്ടിയ പ്രശംസ എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ആ കളി നടത്താൻ പറ്റി എന്നുള്ളതാണ്. അത് KCAയുടെ പ്രൊഫഷണലിസം, പ്രത്യേകിച്ച് ഗ്രൗണ്ട്സ്മാൻ ക്യൂറേറ്റേഴ്സിൻ്റെ വലിയൊരു എഫേർട്ട്. അത് ന്യൂസിലാൻഡ് ടീമും ഇന്ത്യൻ ടീമും ഒരേ രീതിയിൽ കോഹ്ലി ഉൾപ്പെടെയുള്ള ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തുടർന്ന് നമുക്ക് കുറേ മത്സരങ്ങൾ നടത്താൻ പറ്റി, വളരെ വിജയകരമായി തന്നെ നടത്തി. അതിനുശേഷം വിമൻ ടീമിൻ്റെ മത്സരം നമ്മൾ ഈയിടെ നടത്തിയത്. ഈവൻ വേൾഡ് കപ്പിൻ്റെ സന്നാഹ മത്സരങ്ങളും അതുപോലെ വനിതാ വേൾഡ് കപ്പ് നടത്തുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. അന്ന് ഈ ലോജിസ്റ്റിക്കിൻ്റെ ഒരു വിഷയം കാരണം ICC അതിൽ നിന്ന് പിന്നോട്ട് പോയത്. നമ്മളെ സംബന്ധിച്ചറിയാം, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്വന്തമായിട്ടൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയമില്ല. നമുക്കുള്ളത് സ്പോർട്സ് ഹബ്ബാണ്. എന്നാൽ സർക്കാർ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊച്ചിയിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കായിക ഇൻഫ്രാസ്ട്രക്ചർ, കേരള സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ സ്കീം ഉണ്ടാവില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സർക്കാരിൻ്റെ ഒരാഗ്രഹമായിരുന്നു സ്പോർട്സ് ഹബ്ബ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം KCA ഏറ്റെടുക്കണമെന്നുള്ളത്. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൊച്ചിയിൽ സ്വന്തമായിട്ടൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയം കൂടാതെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പൂർണ്ണമായും ഏറ്റെടുക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു പൂർണ്ണ തോതിലുള്ള ഒരു ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം നമുക്ക് ജനുവരി 31 നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ സഞ്ജു കേരളത്തിൽ ആദ്യമായി കളിക്കുന്ന ഒരു അന്താരാഷ്ട്ര മത്സരം ആകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് സഞ്ജു ആദ്യമായി കളിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇത്തരം ഇവൻറ്റുകൾ നമ്മുടെ ക്രിക്കറ്റ്
ഈ അന്താരാഷ്ട്ര മത്സരത്തിൻ്റെ ടിക്കറ്റ് ലോഞ്ച് ഇതിനു മുമ്പ് ശ്രീ മമ്മൂട്ടി അവർ നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ നിർവഹിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി സുരേഷേനും നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് പൃഥ്വിരാജിനെ ഞങ്ങളുടെ ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഇങ്ങനൊരു ചടങ്ങിലേക്ക് എടുക്കുന്നത്. അദ്ദേഹം സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു സ്പോർട്സ് എന്തൂസിയാസ്റ്റുമാണ്. എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റ് ലീഗിൽ ചെറിയൊരു കാലതാമസം ഉണ്ടായെന്നാണ് എനിക്ക് പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ദേശീയത്തിൽ ടീം ഓണർ ആകേണ്ടിയിരുന്ന ഒരാളാണ് ശ്രീ പൃഥ്വിരാജ്. സ്വാഭാവികമായും ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാ ക്രിക്കറ്റ് ലീഗിൽ വരുന്നുണ്ട്, അതിൽ ഒരു ഓണറാകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. അത് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെയും വനിതാ ക്രിക്കറ്റ് ലീഗിൻ്റെയൊക്കെ ഒരു വിജയത്തിന് അത് തീർച്ചയായും ഒരു മുതൽക്കൂട്ടാകും. നമുക്ക് പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ കുഞ്ഞിലെ തൊട്ട് ലാലേട്ടൻ്റെ ആരാധകനാണ്. പക്ഷേ ഞാൻ കൊച്ചിലെ എൻ്റെ അച്ഛനൊരു സി ക്ലാസ് ഒരു തിയേറ്റർ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹം ഫിലിം ചേംബർ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്നു പണ്ട്. ഇപ്പോൾ റിട്ടയർഡ് ലൈഫിലാണ്, 92 വയസ്സായി. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നാനാ വലിയ നക്ഷത്രമൊക്കെ കണ്ടു വളർന്ന ആളാണ്. തീർച്ചയായും നമ്മളെപ്പോഴും എൻ്റെ ഒരു രീതി വെച്ച് ഓരോ സിനിമകൾ കാണുമ്പോഴും നമുക്ക് മമ്മൂക്കായ്ക്ക് പറ്റുന്ന റോള് ലാലേട്ടന് ചെയ്യാൻ പറ്റുമോ, ലാലേട്ടന് പറ്റുന്ന റോള് മമ്മൂക്കായ്ക്ക് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത 2 റോള് ശ്രീ പൃഥ്വിരാജ് കുമാരൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആടുജീവിതേക്കാൾ മുമ്പ് ഉറുമിയിൽ കേളുനമ്പ്യാർ എന്ന് പറഞ്ഞാൽ ജൈജാന്റിക് ഫിഗറാണ്. അപ്പോൾ ഈ അതിൽ നിന്ന് ആടുജീവിതത്തിലെ നജീബിലേക്കുള്ള 2 എക്സ്റ്റൻറ്റാണ്. അത് മമ്മൂക്കായിട്ടും ലാലേട്ടനും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സത്യമാണ്. കൂടാതെ ചേട്ടാ ലാലേട്ടൻ പോകാൻ കേട്ടോ. കൂടാതെ ഞാൻ ആ സിനിമ കാണുമ്പോൾ ഇപ്പൊ ഈ നമ്മുടെ ഗൂഗിൾ റീൽസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഇടയ്ക്കാം ഈ നജീബിന്റെ മുഖത്തുള്ളൊരു ഭയം നമുക്ക് ശരീരം ഒരു നടൻ അങ്ങനെ ആക്കിയെടുക്കുക. കേളുനമ്പ്യാർ എന്നും നജീബിലേക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോൾ അതിനേക്കാൾ ഉപരി ട്രാൻസ്ഫോർമേഷൻ വലിയൊരു പറഞ്ഞു. ഞാൻ വയറ് കുറയ്ക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോ അതിൽ നിന്ന് നോക്കുമ്പോൾ നജീബിന്റെ മുഖത്ത് ഉള്ളൊരു ഭയം, ആ ഭയം അതൊരു യഥാർത്ഥ അഭിനയം അദ്ദേഹത്തിന്റെ നമുക്ക് അതിൽ നിന്ന് കാണാം. തീർച്ചയായും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെ കടപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം. കാര്യം ഇദ്ദേഹത്തെ കിട്ടാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഷെഡ്യൂളും വെച്ച് വളരെ ഇന്നലെ വൈകുന്നേരമാണ് കൺഫർമേഷൻ കിട്ടിയത്. ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ മാറുന്നു പല കാരണം കൊണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു 20 മിനിറ്റ് അല്ലെ അരമണിക്കൂർ തന്നതിന് ഞങ്ങൾ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ചടങ്ങിൻ്റെ മുഖ്യ അജണ്ടയിലേക്ക് കടക്കുകയാണ്. ഈ ടിക്കറ്റ് സെയിൽസ്, ഇന്ത്യ ഗവൺമെൻറ് 5ാമത് T20 ഇന്റർനാഷണൽ ടിക്കറ്റ് സെയിൽസ് ഉദ്ഘാടനം ചെയ്യുവാനും തുടർന്ന് നമ്മളോട് 2 വാക്ക് സംസാരിക്കാനുമായി പ്രിയപ്പെട്ട പൃഥ്വിരാജ് കുമാറിനെ അതിലൂടെ ക്ഷണിക്കുന്നു. ഒപ്പം ഒരു വിശിഷ്ടാതിഥിയെ കൂടെ ഇവിടെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് KCA കുടുംബാംഗം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നഗരത്തിലെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ ശ്രീ സൺലൈറ്റിനെ വളരെ ആദരപൂർവ്വം ഈ ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങാനായി ഈ വേദിയിലേക്ക് കടന്നു വരണം.
സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ, സുഹൃത്തുക്കളെ, ക്രിക്കറ്റ് പ്രേമികളെ, മീഡിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് KCA ഒരു പരിപാടിക്ക് പങ്കെടുക്കാനൊരു അവസരം എനിക്ക് കിട്ടുന്നത്. അതിന് സത്യത്തിൽ നന്ദി പറയേണ്ടത് സൺലൈറ്റിനോട് തന്നെയാണ്. കാരണം ഞാനിവിടെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിലുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഇതിൽ വരണം എന്ന് ആവശ്യപ്പെടുന്നത്. കൃത്യം എൻ്റെ ഷൂട്ടിംഗ് ഇങ്ങനൊരു ദിവസം പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് നൈറ്റ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള സമയത്ത് ഈ ടിക്കറ്റ് ലോഞ്ചിങ് വെക്കാമെന്ന് ഏൽക്കുകയും അങ്ങനെ എനിക്കിത് ഇവിടെ വന്ന് പങ്കെടുക്കാനൊരു അവസരം കിട്ടുകയും ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം എന്ന് പറയാൻ കാര്യം, ബഹുമാനപ്പെട്ട KCA സെക്രട്ടറി നാനയും വെള്ളി നക്ഷത്രമൊക്കെ വായിച്ചാണ് വളർന്നതെന്ന് പറഞ്ഞു. ഞാൻ വിസ്ഡനൊക്കെ വായിച്ചാണ് വളർന്നത്. ഞാൻ കുട്ടിക്കാലം പോലെ ഒരു ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ഞാനൊരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥനായിട്ടും കേരള സൂപ്പർ ലീഗിന്റെ ലോഞ്ചിന് ഞാൻ ക്രിക്കറ്റ് പാഷൻ ആണ് എൻ്റെ മെയിൻ സ്പോർട്സ് പാഷൻ എന്ന് വേദിയിൽ പറഞ്ഞ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും പ്രേമിക്കുന്ന സമയത്ത് അവൾ എനിക്ക് ആദ്യമായി വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റുകളിൽ ഒന്ന് ഒരു ഗ്രേനിക്കൽസ് ബാറ്റ് ആണ്. അപ്പോൾ അതിപ്പോഴും ഉണ്ട് വീട്ടിൽ. അപ്പൊ അത്രയും പാഷനറ്റ് ആയിട്ട് ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇങ്ങനൊരു ചെറിയ രീതിയിൽ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഫിക്സ്ചറിന്റെ ഓർഗനൈസിങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. നമ്മുടെ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് വെന്യൂ എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടേണ്ട, ഇനിയും വലിയ രീതിയിൽ ഫെയിം കിട്ടേണ്ട ഒരു വെന്യൂ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വാങ്ഖഡെ പോലെയും ഫിറോസ് ഷാ കോട്ട്ല പോലെയും ഈഡൻ ഗാർഡൻസ് പോലെയും ചെപ്പോക്ക് പോലെയും ഒക്കെ ഒരു ഐക്കോണിക് ക്രിക്കറ്റ് വെന്യൂ ആയി വരാൻ ഉള്ള എല്ലാ പൊട്ടൻഷ്യലുമുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. എനിക്കിപ്പോഴും ഓർമ്മയാണ് അദ്ദേഹം പറഞ്ഞ 2017 ഓൾമോസ്റ്റ് വാഷ് ഔട്ടായ ആ മാച്ചിനെ കുറിച്ച്. അന്ന് ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് ടെക്നിക്കലായിട്ട് അറിയാവുന്ന ക്രിക്കറ്റ് പ്രേമികൾ, ഞാൻ അടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികൾ, ഈ സ്റ്റേഡിയത്തിന്റെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ച് ഭയങ്കര അഭിമാനപൂർവ്വം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സോ ഗ്രേറ്റ് വർക്ക്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്രിക്കറ്റ് മാച്ച് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നും സെന്റർ സ്ട്രിപ്പിൽ പോയി കുറച്ചു നേരം ഇങ്ങനെ ബാറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും തോന്നി ഇറ്റ് ഇസ് ട്രൂലി ഒരു ഇനിയും ഒരുപാട് ഇന്റർനാഷണൽ ഫിക്സ്ചേഴ്സ്, ടെസ്റ്റ് മാച്ചുകളും വൈറ്റ് ബോൾ ക്രിക്കറ്റും എല്ലാം തന്നെ വരേണ്ട ഒരു ട്രൂലി ഡിസേർവിംഗ് ആയിട്ടൊരു വെന്യൂ ആണ്. അതിനെയും വരും കാലങ്ങളിൽ BCCIയും ICCയും ചേർന്ന് ഇങ്ങനൊരു വെന്യൂവിനെ കുറിച്ച് കൂടുതൽ അവെയർ ആവുകയും വല്ലപ്പോഴും ഒരു ഇന്റർനാഷണൽ മാച്ച് എന്നുള്ളതിലുപരി ഇന്ത്യയിൽ എപ്പോൾ ഒരു ഇന്റർനാഷണൽ ടീം ടൂർ ചെയ്താലും ഒരു ഫിക്സർ എങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെ നിർണായകമായ ഒരു സീരീസാണ്. എന്നെ പോലെ ഒരു സാധാരണ ക്രിക്കറ്റ് ആസ്വാദകന് നമ്മുടെ റെഡ് ബോൾ ടീമും വൈറ്റ് ബോൾ ടീമും വെൽ അണ്ടർ പൊട്ടൻഷ്യൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ടീം സ്ട്രാറ്റജിയും ലോങ് ടേം ടാക്ടിക്കൽ പ്ലാനിങ്ങും എല്ലാം കുറച്ച് ഡയറക്ഷൻലെസ് ആണോ എന്ന് തോന്നുന്നത് സ്വാഭാവികം. അങ്ങനെ ഇരിക്കെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പായി ലോകത്തിലെ ഏറ്റവും മികച്ച T20 ടീംസിലൊന്നായ ന്യൂസിലാൻഡിനൊപ്പമുള്ള ഈ സീരീസിന്റെ അവസാനത്തെ ഫിക്ചർ, ഒരു പക്ഷേ ലോകത്തിന് മുമ്പായിട്ട് നമ്മുടെ പ്ലെയേഴ്സിനെ ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ മാച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നു എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഒരു കീൻ ക്രിക്കറ്റ് ഒബ്സർവർ ആൻഡ് ഫാൻ എന്ന നിലയ്ക്ക് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് മാച്ച്. ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ 2 ടിക്കറ്റ് എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നില്ല, കാരണം ഈ ഷൂട്ടിംഗ് ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് കിട്ടാത്ത ടിക്കറ്റ് ഇവിടെ സൺലൈറ്റിന് കൊടുത്ത് ലോഞ്ച് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് ദ മാച്ച് ലൈവ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഫുൾ ഹൗസ്. നമ്മൾ മലയാളികളുടെയും തിരുവനന്തപുരത്തുകാരുടെയും ക്രിക്കറ്റ് ആവേശം എന്താണെന്ന് ഒരിക്കൽ കൂടി ജനുവരി 31 ലോകം അറിയട്ടെ. നന്ദി, നമസ്കാരം. വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. എങ്കിലും നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇവിടെ വളരെ നിറവോടുകൂടി ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ ചടങ്ങിൽ നമ്മളോടൊത്ത് സഹകരിച്ച് ഈ ടിക്കറ്റ് ലോഞ്ച് നിർവഹിച്ച ശ്രീ പൃഥ്വിരാജ് കുമാറിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദി, ഊഷ്മളമായ നന്ദി ഇവിടെ അറിയിക്കുകയാണ്. ഇപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ സൺലൈറ്റൻ, സുരേഷ് ഏട്ടൻ, നന്ദു ചേട്ടൻ, അങ്ങനെ ഒരു വലിയ സംഘം നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് എപ്പോഴും ഉണ്ട്. അവരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ പിന്തുണ കൊണ്ടും ഇവിടെ അവരെപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഒപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അംഗങ്ങൾ, തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും മറ്റ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും ഭാരവാഹികൾ, അംഗങ്ങൾ എല്ലാവർക്കും
നന്ദി പറയുന്നു. ഏറ്റവും പ്രധാനമായി അവസാനമാണ് എന്ന് ധരിക്കരുത്, ഏറ്റവും പ്രധാനമായി മീഡിയ സുഹൃത്തുക്കൾ അവരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ദയവായി ആരെങ്കിലും ഈ ഒരു IT അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അത് കഴിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ചടങ്ങ് അവസാനിച്ചത്.